അടുത്ത് ശ്രീ CK ഹരീന്ദ്രൻ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ധനമന്ത്രി കൂടിയായ കേരളത്തിലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് ആകെ പരിശോധിച്ചിട്ടുണ്ട്. അതിൻ്റെ നിരീക്ഷണങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്ന്, GSDPയുടെ ഗ്രോത്ത്, എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് ഡെബിറ്റ് റീപേയ്മെൻറ്റ്, റെസിപ്റ്റ്സ് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്, റവന്യൂ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ഡെഫിസിറ്റ്. പോളിസി ഹൈലൈറ്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ്, മാരിടൈം സെക്ടർ, ടാക്സസ് ഓൺ വെഹിക്കിൾസ്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് പ്രൈസിംഗ്, സപ്പോർട്ട് ടു MSME, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ആകെ പരിശോധിക്കുമ്പോൾ സ്വപ്നങ്ങൾ കാണിക്കുക എളുപ്പമാണ്. എന്നാൽ ആ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്നത് ഉത്തരവാദിത്വമുള്ള ഭരണമാണ്. മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന് മതം ഒന്നേ ഉള്ളൂ, അത് പുരോഗതിയാണ്. ഈ സഭയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ബജറ്റ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന സംശയങ്ങളുണ്ട്. ഇത് കേരളത്തിൻ്റെ വികസനത്തിനുള്ള സമഗ്രമായ സാമ്പത്തിക രൂപരേഖയാണോ? വലിയ പ്രഖ്യാപനങ്ങളുടെയും ആകർഷകമായ തലക്കെട്ടുകളുടെയും ഒരു രാഷ്ട്രീയ അവതരണമാണോ? ഒരു ബജറ്റിൻ്റെ ശക്തി അതിലെ വാഗ്ദാനങ്ങളുടെ എണ്ണത്തിലല്ല, ആ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള സാമ്പത്തിക സത്യസന്ധതയിലാണ്. വിത്തില്ലാതെ വിളവില്ല നമ്മുടെ നാട്ടിൻപുറങ്ങളുടെ ജീവിതാനുഭവമാണ്. പണമില്ലാതെ വികസനവും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രഖ്യാപനങ്ങളെയല്ല, അവയ്ക്ക് പിന്നിലെ സാമ്പത്തിക അടിത്തറയെയാണ്. നിർഭാഗ്യവശാൽ ഈ ബജറ്റിൽ വികസനത്തിൻ്റെ ഉറച്ച അടിത്തറയേക്കാൾ പ്രഖ്യാപനങ്ങളുടെ അലങ്കാരമാണ് കൂടുതലായി കാണുന്നത്. മുൻകാല വികസനക്ഷേമ മാതൃകകളെ ദുർബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് പ്രകടമാവുന്നത്. സർ, പ്രഖ്യാപനങ്ങൾ കൊണ്ട് ചരിത്രം എഴുതാനാവില്ല, പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത്. ഈ ബജറ്റ് വികസനത്തിൻ്റെ രേഖയല്ല, പ്രഖ്യാപനങ്ങളുടെ പ്രദർശനമാണ്. സ്വപ്ന പദ്ധതികളുടെ ഒരു നീണ്ട പട്ടിക അവതരിപ്പിച്ചാൽ വികസനം സംഭവിക്കില്ല. അതിന് പണം വേണം. ആ പണം എവിടെ നിന്നാണ് കണ്ടെത്തുക എന്നതാണ് ബജറ്റിൻ്റെ അടിസ്ഥാന ചോദ്യം. നിർഭാഗ്യവശാൽ അതിനുള്ള ഉത്തരം ഈ ബജറ്റിൽ കാണാനില്ല. ബജറ്റിൻ്റെ അടിസ്ഥാന ധർമ്മം പദ്ധതികൾക്ക് ധനസമാഹരണം ഉറപ്പാക്കുക എന്നതാണ്. എന്നാൽ ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മറ്റൊരു രീതിയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ, ചെറിയ വകയിരുത്തലുകൾ, വലിയ വാഗ്ദാനങ്ങൾ, ടോക്കൺ പ്രൊഫഷനുകൾ. ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വീട് പണിയാൻ ഒരു ഇഷ്ടിക കയ്യിൽ കൊടുക്കുന്നു, വീട് നിർമ്മിക്കാൻ പറയുന്നു. വീട് നിർമ്മിക്കാനാവുമോ സാർ? സാർ, കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് കേരളം വികസനത്തിൻ്റെ കാര്യത്തിൽ കൈവരിച്ച മുന്നേറ്റങ്ങൾ ആർക്കും നിഷേധിക്കാനാവില്ല. ദേശീയപാതാ വികസനം, വിഴിഞ്ഞം തുറമുഖം, IT മേഖലയുടെ വ്യാപനം, മെഡിക്കൽ കോളേജുകളുടെ വികസനം, പൊതുവിദ്യാഭ്യാസത്തിൻ്റെയും പൊതുജന ആരോഗ്യത്തിൻ്റെയും ശക്തിപ്പെടുത്തൽ, ഇവയൊന്നും പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയ പദ്ധതികളായിരുന്നില്ല. എന്നാൽ ഈ ബജറ്റിൽ കാണുന്നത് അതിന് നേർവിപരീതമായ സമീപനമാണ്. ലൈഫ് പദ്ധതി എവിടെയാണ് സാർ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം എവിടെയാണ് സാർ? സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പ്രത്യേക ഇടപെടലുകൾ എവിടെയാണ് സാർ? യുവജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയ തൊഴിൽ പദ്ധതികൾ എവിടെയാണ് സാർ? സാധാരണക്കാരൻ്റെ ജീവിതത്തെ സ്പർശിച്ച നിരവധി പദ്ധതികളെക്കുറിച്ച് ഈ ബജറ്റ് നിശബ്ദത പാലിക്കുകയല്ലേ സാർ? ചില പദ്ധതികളുടെ പേരുകൾ നിലനിർത്തിയിട്ടുണ്ടാവാം, പക്ഷേ പദ്ധതികൾ പേരുകൊണ്ടല്ല ജീവിക്കുന്നത്, പണം കൊണ്ടാണ്. ആ വിസ്മയമില്ലായ്മയാണ് വിസ്മയം. ഈ ബജറ്റിൻ്റെ ഏറ്റവും അപകടകരമായ വശം ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ നിന്നുള്ള പിന്മാറ്റമാണ്. നെഹ്റുവിൻ കാഴ്ചപ്പാട് എവിടെയാണ് സാർ? ക്ഷേമരാഷ്ട്ര സങ്കല്പം എവിടെയാണ് സാർ ഈ ബജറ്റിൽ? 56-ലെ ആവണി സോഷ്യലിസത്തിൽ ഉയർത്തിയ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എവിടെയാണ് ഈ ബജറ്റിൽ? കാർഷിക അനുബന്ധ മേഖലയ്ക്കുള്ള വിഹിതം കുറച്ചു, മൃഗസംരക്ഷണ മേഖലയുടെ വിഹിതം കുറച്ചു, മത്സ്യബന്ധന മേഖലയിലെ വിഹിതം കുറച്ചു, വനം വന്യജീവി മേഖലയിലെ വിഹിതം കുറച്ചു, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം കുറച്ചു, പൊതുജനാരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതം കുറച്ചു.
ഈ കുറവുകൾ വെറും കണക്കുകളല്ല സാർ. ഈ കുറവുകൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും, കർഷകരെ ബാധിക്കും, മത്സ്യത്തൊഴിലാളികളെ ബാധിക്കും, പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും. കേരളത്തിൻ്റെ വികസന മാതൃകയുടെ ശക്തി വികേന്ദ്രീകരണമായിരുന്നു. എന്നാൽ ഈ ബജറ്റ് ആ ശക്തിയെ ദുർബലപ്പെടുത്തുകയാണ് സാർ. സാർ, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് തൊഴിലില്ലായ്മയാണ്. നമ്മുടെ യുവജനങ്ങൾ തൊഴിൽ തേടി നാടുവിടുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ പോലും തൊഴിലിനായി കാത്തിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ യുവജനങ്ങളുടെ തൊഴിൽ സുരക്ഷ, നൈപുണ്യ വികസനം, സംരംഭകത്വം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമായിരുന്നു ഇത്. പക്ഷേ ഈ ബജറ്റിൽ യുവജനങ്ങൾക്ക് വ്യക്തമായ പ്രതീക്ഷ നൽകുന്ന ഒരു സമഗ്ര കാഴ്ചപ്പാട് കാണാൻ കഴിയുന്നില്ല സാർ. ഒരു തലമുറയുടെ പ്രതീക്ഷകളെ അവഗണിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാനാവില്ല സാർ. കാരണം യുവത്വം പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് സമൂഹത്തിൻ്റെ ഭാവി ഇരുണ്ടു പോകുന്നത്. സാർ, ആരോഗ്യരംഗത്തെ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുമെന്ന പ്രഖ്യാപനം കേൾക്കുമ്പോൾ ആർക്കും സന്തോഷം തോന്നും. പക്ഷേ ഒരു ബജറ്റിനെ വിലയിരുത്തേണ്ടത് കയ്യടിയുടെ അടിസ്ഥാനത്തിലല്ല, കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. പദ്ധതിയുടെ യഥാർത്ഥ സാമ്പത്തിക ബാധ്യത എത്രയാണ്, അതിനാവശ്യമായ പ്രീമിയം എത്രയാണ്, എത്ര കുടുംബങ്ങളെ ഉൾപ്പെടുത്തും, ധനസമാഹരണം എങ്ങനെയാണ്, ഈ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ ഉത്തരം ബഡ്ജറ്റിലില്ല. അതുപോലെ പുതിയ മെഡിക്കൽ കോളേജുകളുടെ പ്രഖ്യാപനം സ്വാഗതാർഹമാണ് സാർ. പക്ഷേ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് ഒരു വാർത്താ സമ്മേളന പ്രഖ്യാപനമല്ല. 100 കണക്കിന് കോടികളുടെ നിക്ഷേപം ആവശ്യമായ ദീർഘകാല പദ്ധതിയാണ്. അതിനാവശ്യമായ സാമ്പത്തിക അടിത്തറ ഈ ബജറ്റിൽ കാണുന്നില്ല സാർ. ഈ ബജറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത സ്വകാര്യവൽക്കരണത്തിലേക്കുള്ള പാതയാണ്. ഭൂപരിഷ്കരണ നിയമത്തിൽ മാറ്റം വരുത്തുമെന്ന പ്രഖ്യാപനം, മിഷൻ സമുദ്ര, മാരിടൈം പോളിസി, വിവിധ നിക്ഷേപ പദ്ധതികൾ എന്നിവ പരിശോധിക്കുമ്പോൾ പൊതുവിഭവങ്ങളെ സ്വകാര്യ മൂലധനത്തിന് കൂടുതൽ തുറന്നു കൊടുക്കാനുള്ള പ്രവണതയാണ് സാർ. നമുക്ക് ഈ അടുത്ത കാലത്ത് ഗ്രേറ്റ് നിക്കോബാർ, നമ്മുടെ രാഹുൽ ഗാന്ധി സ്ഫടികം പോലെ കിടക്കുന്ന കടലിൻ്റെ ആഴങ്ങളിലേക്കെത്തി അവിടെ ഭൗതിക കടൽ സമ്പത്തുകൾ കൊള്ളയടിക്കാൻ ഇടയുള്ള നരേന്ദ്രമോദിയുടെ അദാനിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് പാടില്ല എന്ന് പ്രഖ്യാപിച്ചത് നാം കണ്ടില്ലേ സാർ? നാളെ ഈ കടൽ തീരങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാനാവുമോ? കേരളത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം ഒരു മിനിറ്റ്. ചരിത്രം പൊതുമേഖലയുടെ പൊതുനിക്ഷേപത്തിൻ്റെയും ചരിത്രമാണ് ഈ നാടിനെ മുന്നോട്ട് നയിച്ചത്. വിപണിയുടെ കാണാക്കരങ്ങളല്ല, ജനാധിപത്യ സർക്കാരുകളുടെ സാമൂഹിക ഇടപെടലുകളാണ്. അതുകൊണ്ട് പൊതുമേഖലയെ ദുർബലപ്പെടുത്തുന്ന ഏതു സമീപനവും കേരളത്തിൻ്റെ വികസന മാതൃകയ്ക്ക് എതിരായ വെല്ലുവിളിയാണ് സാർ. അധ്യാപകരോടും ജീവനക്കാരോടും പെൻഷൻകാരോടും ഇത് ബജറ്റ് നീതി പുലർത്തുന്നില്ല സാർ. പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ വ്യക്തതയില്ല. വാഗ്ദാനങ്ങളുണ്ട്, പക്ഷേ സമയക്രമമില്ല. ഉറപ്പുകളുണ്ട്, പക്ഷേ സാമ്പത്തിക പിന്തുണയില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഇത് ബജറ്റാണോ അതോ പരസ്യ പുസ്തകമാണോ? കേരളത്തിൻ്റെ വികസന ചരിത്രം നമ്മൊരു വലിയ പാഠം പഠിപ്പിക്കുന്നുണ്ട് സാർ. വികസനം എന്നത് മന്ദിരങ്ങളുടെ ഉയരമല്ല, മനുഷ്യരുടെ ജീവിത നിലവാരമാണ്. സാർ, ഈ ബജറ്റിനെ കുറിച്ച് അവസാനമായി ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. സർക്കാർ മാറാം, മന്ത്രിമാർ മാറാം, എന്നാൽ ജനങ്ങളുടെ പ്രതീക്ഷകളും വികസനത്തിൻ്റെ ആവശ്യകതകളും മാറുന്നില്ല. അതുകൊണ്ടാണ് ഓരോ പുതിയ സർക്കാരിനോടും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് മുൻകാല നേട്ടങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനത്തോടു കൂടിയുള്ള ഒരു സമീപനം ഗവൺമെൻറ് സ്വീകരിക്കാൻ ബാധ്യതയാണ് സാർ. സാർ, കേരളം ഇതുവരെ വളർന്നത് കോർപ്പറേറ്റുകളുടെ കരുണ കൊണ്ടല്ല. കേരളം വളർന്നത് കർഷകരുടെ അധ്വാനം കൊണ്ടാണ്, തൊഴിലാളികളുടെ വിയർപ്പ് കൊണ്ടാണ്, അധ്യാപകരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സമർപ്പണം കൊണ്ടാണ്, പൊതുമേഖലയുടെയും സഹകരണ മേഖലയുടെയും കരുത്തുകൊണ്ടാണ്, സാമൂഹ്യ നീതിയെ അടിസ്ഥാനമാക്കിയ നയങ്ങൾ കൊണ്ടാണ്. ആ കേരളത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സഭയ്ക്കുണ്ട്. വഴി ഉണ്ടാക്കിയവരെ മറക്കുന്ന സമൂഹങ്ങൾക്ക് വഴി നഷ്ടപ്പെടും എന്നൊരു പഴമൊഴിയുണ്ട്. കേരളം കൈവരിച്ച വികസന നേട്ടങ്ങളുടെ അടിത്തറ പാകിയ ജനകീയ നയങ്ങളെയും ക്ഷേമ പദ്ധതികളെയും മറന്നുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സമീപനവും ഈ നാടിന് ഗുണകരമാകില്ല. അതിനാൽ ഈ ബജറ്റിന്റെ രാഷ്ട്രീയ ദിശയും സാമ്പത്തിക യാഥാർത്ഥ്യവും പുനഃപരിശോധിക്കണമെന്നും പ്രഖ്യാപനങ്ങൾക്ക് പകരം നടപ്പാക്കലിനും പ്രചാരണത്തിന് പകരം ജനക്ഷേമത്തിനും മുൻഗണന നൽകണമെന്നും ഈ സഭയിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കേരളത്തിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ഈ ബജറ്റിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു.